ദിലീപിന്റെ വമ്പൻ തിരിച്ചുവരവ് ലക്ഷ്യം വെച്ച് പുറത്തിറക്കിയ ചിത്രമാണ് ഫഫബ. 7.2 കോടിയാണ് ആദ്യ ദിനം മാത്രം കേരളത്തിൽ നിന്ന് ചിത്രം വാരിക്കൂട്ടിയത്. എമ്പുരാനും കൂലിക്കുമൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് ചിത്രം. ദിലീപിന്റെ വമ്പൻ തിരിച്ചുവരവ് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറത്തിറക്കിയ ചിത്രമാണ് ഫഫബ. നടി കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നതിനിടയിലാണ് സിനിമ പുറത്തുവരുന്നത്. അതിജീവിതയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ ഈ സിനിമ കാണില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. ബബബ 7.2 കോടിയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും വാരിക്കൂട്ടിയത്. വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണിത്. ഒടിയൻ, KGF 2, ലിയോ, എമ്പുരാൻ, കൂലി എന്നിവയാണ് മുൻപ് ആദ്യ ദിനത്തിൽ 7 കോടി കളക്ഷൻ സ്വന്തമാക്കിയ മറ്റ് സിനിമകൾ. അഡ്വാൻസ് ബുക്കിംഗിലും ബബബയ്ക്ക് മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചിരുന്നത്. മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമുകളിലൂടെ വിറ്റുപോയതും. ഫാഹിം സഫർ, നൂറിൻ ഷെറീഫ് എന്നിവർ ചേർന്ന് രചിച്ച ബബബ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെയാണ് എത്തിയത്. ചിത്രം അർത്ഥവത്താക്കുന്നതും ഇതുതന്നെയാണ്. മോഹൻലാലിന്റെ ക്യാമിയോ വേഷമാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, സലീം കുമാർ, അശോകൻ, ദേവൻ, ബിജു പപ്പൻ, G. സുരേഷ് കുമാർ, റിയാസ് ഖാൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. അതേസമയം സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ദിലീപിന്റെ തിരിച്ചുവരവാണിതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ തിരിച്ചുവരവിനുള്ള ദിലീപിന്റെ ശ്രമങ്ങൾ ഇത്തവണയും പരാജയപ്പെട്ടു എന്ന മറ്റൊരു വിഭാഗവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിത്രത്തിന് യാതൊരു നിലവാരവുമില്ലെന്നും 2025-ലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമയുടെ 7 അയലത്ത് പോലും തൊട്ടിട്ടില്ലെന്നും ചിലരുടെ വിമർശനവും ഉയരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.